ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിക്ടോറിയസിലെ സ്മാർട്ട് പ്ലേ പ്രോ എക്സ് എന്ന് പറയുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലെ യൂട്യൂബ് വീഡിയോ പ്ലേ ബാക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒരു പ്രോ എക്സ് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അതിൽ നമുക്ക് സെറ്റിങ്സിൽ പോയാൽ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വൈഫൈ എടുത്താൽ നമുക്ക് ഡിവൈസ് പെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി പെയർ ചെയ്ത് കിടക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ നെറ്റ്വർക്ക് നോക്കിയാൽ അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇത് പെയർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻസ് എടുക്കുക. ദെൻ നമുക്ക് ജിയോ സ്പിയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഈ വെഹിക്കിളിലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ഓൾറെഡി ഇതിപ്പോൾ ഡൗൺലോഡഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്പ് സ്റ്റോറിലേക്ക് ലോഗിൻ ആയി കിട്ടും. ഇത് ലോഗിൻ ആവണമെന്നുണ്ടെങ്കിൽ വെഹിക്കിളിൽ സുസുക്കി കണക്ട് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സുസുക്കി കണക്ട് ലിങ്ക്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇതിൽ നമുക്ക് ഈ ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്കൊന്നെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ജിയോ സ്പിയർ എന്നുള്ള ഇത് ഇൻസ്റ്റാൾഡ് ആണ്, അതാണ് ഇവിടെ ടിക്ക് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ ഡിവൈസിൽ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അപ്പോൾ ജിയോ സ്പിയർ ഇപ്പോൾ ഡൗൺലോഡ് ആണ് ഓൾറെഡി. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എടുക്കുന്നു. ആപ്ലിക്കേഷനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് ജിയോ സ്പിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ അവിടെ നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് മാത്രമല്ല ജിയോ 7, C5, ഹോട്ട്സ്റ്റാർ അങ്ങനെ എല്ലാ ചാനൽസും ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾ യൂട്യൂബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കാണേണ്ട വീഡിയോ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. I came to Saudi, see. ഇങ്ങനെ നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് കിട്ടും. വീഡിയോ പ്ലേ ബാക്ക് നമുക്ക് വെഹിക്കിൾ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ കട്ട് ഓഫ് ആവും. അപ്പോൾ നമുക്ക് റണ്ണിങ്ങിൽ ഈ പ്ലേ ബാക്ക് കിട്ടത്തില്ല. നമ്മൾ ഐഡിയലായിട്ട് നിൽക്കുന്ന പൊസിഷനിൽ മാത്രമേ വീഡിയോ പ്ലേ ബാക്ക് കിട്ടുള്ളൂ. പക്ഷേ ഓഡിയോ നമുക്ക് റണ്ണിങ്ങിൽ സപ്പോർട്ട് ചെയ്യും. വീഡിയോ മാത്രം കാണാൻ പറ്റത്തില്ല.